ഉമാമഹേശ്വര സംവാദം. പാർവതീദേവിയുടെ ചോദ്യങ്ങൾക്ക് ശിവഭഗവാൻ ഉത്തരം പറയുന്ന ഭാഗമാണ്. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തീല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. പാർവതീദേവി ഭഗവാനോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുകയാണ്. ഈശ്വരി കാർത്യായനി. ഈശ്വരൻ ആരാന്ന് നമ്മൾ കണ്ടു. ഈശ്വരനെ പോലെ തന്നെയാണ് ഈശ്വരി. എന്തും ചെയ്യാനായിട്ട് കഴിവുള്ളവളാണ്, നിയാമികയാണ്, നിയന്താവാണ്, ഭരണ നിപുണയാണ് ദേവി. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായിരിക്കുന്നവളാണ് കാർത്യായനി. ദേവിയുടെ മറ്റൊരു പേരാണ് കാർത്യായനി. കാർത്യായന മഹർഷി അദ്ദേഹത്തിൻ്റെ മകളായി ദേവിയെ കരുതിയപ്പോൾ ദേവി തന്നെ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവിക്ക് കാർത്യായനി എന്ന് പേരുണ്ടായത്. പിന്നെ കാർത്തം എന്നുള്ളതിന് നമ്മൾ ചെയ്യേണ്ടതായ കർമ്മം എന്നർത്ഥമുണ്ട്. അതിന് അയനമായവൾ കാർത്യായനി എന്നും. പാർവതി പർവ്വതരാജാവിൻ്റെ മകളായിട്ടുള്ളവൾ. ഭഗവതി, ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ആരാന്ന് നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഭഗങ്ങൾ ഉള്ളവൻ, 6 ഭഗങ്ങൾ അത് ഉള്ളവളാണ് ഭഗവതി. ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം. ശാശ്വതൻ എന്നുമുള്ളവനായ, ഒരു മാറ്റവുമില്ലാതെ എക്കാലത്തും ഉള്ളവനായ പരമേശ്വരനോട് ഈ വണ്ണം ഇപ്രകാരം ചോദ്യം ചെയ്തതു കേട്ടു. ചോദ്യം ചെയ്യാതെ ചോദിച്ചു എന്നർത്ഥം. നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചോദ്യം ചെയ്യലല്ല. ചോദിച്ചത് കേട്ട് തെളിഞ്ഞു ദേവൻ, വലിയ പ്രസന്നനായി. ജഗദാദ്യൻ, ജഗത്തിന് ആദ്യമായിട്ടുള്ളവൻ, ഈശ്വരൻ, ജഗത്തിനും അപ്പുറത്തുള്ളവൻ ആയിട്ടുള്ള ഈശ്വരൻ. ഈശ്വരൻ ആരാന്ന് നമ്മൾ കണ്ടു. ഭരണനിപുണനാണ് ഈശ്വരൻ. മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ധന്യേ വല്ലഭേ ഗിരികന്യേ. ധന്യ എന്ന് പറഞ്ഞാൽ ധന്യയായവളെ, ഭാഗ്യം ചെയ്തവളെ. വല്ലഭേ, വല്ലഭ എന്ന് പറഞ്ഞാൽ ഭാര്യ. ഗിരികന്യേ, ഗിരി പർവ്വതം, പർവ്വതത്തിൻ്റെ മകളെ. പാർവതി, പർവ്വതരാജാവായിട്ടുള്ള ഹിമാലയത്തിൻ്റെ മകളാണ് പാർവതി. ഭദ്രേ, ഭദ്രേ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപിണിയായവളെ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളെ. നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. നിന്നെപ്പോലെ വേറെ ആർക്കും ഭഗവത് ഭക്തിയില്ല നാഥേ, പ്രിയപ്പെട്ടവളെ, നാഥയായവളെ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. ശ്രീരാമദേവന്റെ തത്വം കേൾക്കണമെന്ന് മനസ്സിൽ ആകാംക്ഷ, വലിയ ആഗ്രഹമുണ്ടായത് മഹാഭാഗ്യം, വലിയ ഭാഗ്യമാണ്. അത് അങ്ങനെയൊന്നും എളുപ്പത്തിലൊന്നും തോന്നില്ല. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല. മുമ്പ് ഇതുവരെ ആരും എന്നോട് ഇത് ചോദിച്ചിട്ടില്ല, ശ്രീരാമന്റെ തത്വത്തെക്കുറിച്ച്. ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. ഞാൻ പറയാം, ഞാൻ നിന്നെപ്പറ്റി സത്യം ആണയിടാം, ഞാൻ ഇതുവരെ ആരെയും ഇത് കേൾപ്പിച്ചിട്ടുമില്ല, ആരും ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം. അത്യന്തം രഹസ്യം, വളരെയധികം രഹസ്യമായിട്ടുള്ള പരമാത്മ തത്വമാണ്. തത്വാർത്ഥം അറികയിൽ ആഗ്രഹം, അതിനെ അറിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായത് വലിയ ഭാഗ്യം തന്നെയാണ്. ഭക്തി അതിശയം, അതിശയകരമായ ഭക്തി. പുരുഷോത്തമൻ തങ്കലേറ്റം. പുരുഷോത്തമൻ, ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനിലെ, തങ്കൽ എന്ന പഴയ പ്രയോഗമാണ്. പുരുഷോത്തമനിൽ ഏറ്റവും നിത്യവും ചിത്തക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. എപ്പോഴും ചിത്തക്കാമ്പ്, ഉള്ളില്
വർദ്ധിക്ക തന്നെ മൂലം വർദ്ധിച്ചു വന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ തോന്നിയത്. ശ്രീരാമ പാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു. ശ്രീരാമന്റെ പാദങ്ങളെ വന്ദിച്ച് സംക്ഷേപിച്ച് ചുരുക്കി സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ഞാൻ ആ ശ്രീരാമന്റെ സാരമായ തത്വത്തെ ഞാൻ ചൊല്ലാം, നീ കേൾക്കൂ. ആരായി ശ്രീരാമൻ? ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ശ്രീരാമൻ ആരാണ്? രാമൻ ആരാണ്? നമ്മൾ മുമ്പ് കണ്ട് രാമൻ രമതേ ഇതി രാമഃ, രമിപ്പിക്കുന്നവൻ രാമൻ. സർവേഷു രമതേ ഇതി രാമഃ, എല്ലാറ്റിലും രമിക്കുന്നവൻ. സർവേഷു ലോകേഷു, സകല ലോകങ്ങളിലും രമിക്കുന്നവനാണ് രാമൻ. ആ ശ്രീരാമൻ, ശ്രീമത്തായിട്ടുള്ള രാമൻ പരമാത്മാ. ആരാ രാമൻ? പരമാത്മാവാണ്, പരമമായ ആത്മാവാണ്. പരമാത്മാ പരമാനന്ദമൂർത്തി, പരമമായ ആനന്ദസ്വരൂപനാണ്. പരമാനന്ദം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലത്തെ ആനന്ദം. ആ ആനന്ദമൂർത്തി പുരുഷനാണ്. പുരുഷൻ ആണ് എന്നുള്ള അർത്ഥമല്ല. പൂർണ്ണത്വാത് പുരുഷ ഉച്യതേ, എങ്ങും നിറഞ്ഞിരിക്കുന്നു, പൂർണ്ണനായിരിക്കുന്നത് കൊണ്ട് പുരുഷൻ. പുരുഷേതേ, ശരീരമാകുന്ന പുരത്തിൽ വസിക്കുന്നതിന് പുരുഷൻ. പ്രകൃതിതൻ കാരണൻ, പ്രകൃതിയുടെ കാരണൻ. ഏകൻ, ഒന്ന് മാത്രമേ ഉള്ളൂ. പരൻ, ശ്രേഷ്ഠനായവൻ, ഏറ്റവും ശ്രേഷ്ഠനായവനാണ്. പുരുഷോത്തമൻ, ഉത്തമ പുരുഷനാണ്. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ അല്ലെങ്കിൽ ഉത്തമ പുരുഷൻ, ഇങ്ങനെ 3 തരം ഉണ്ടെന്നാണ്. ക്ഷരപുരുഷൻ ഈ കാണുന്ന ദേഹങ്ങളൊക്കെ, ജീവജാലങ്ങളൊക്കെ ക്ഷരപുരുഷനാണ്. അക്ഷരപുരുഷൻ ആ ജീവജാലങ്ങളിലൊക്കെ കുടികൊള്ളുന്ന ജീവൻ. ഉത്തമ പുരുഷൻ പരമാത്മാവ്. പുരുഷോത്തമൻ ദേവനാണ്. ദേവൻ എന്ന് പറഞ്ഞാല് പ്രകാശസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ എന്നർത്ഥം. ദ്യു എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്നുള്ള വാക്ക്. അതിന് പ്രകാശം എന്നർത്ഥമുണ്ട്, ജ്ഞാനം എന്നർത്ഥമുണ്ട്, ലീല എന്നർത്ഥമുണ്ട്, കളി. ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ലീലയായിട്ട് കളിയായി ചെയ്യുന്നവൻ ദേവൻ. അനന്തൻ, ആദിയും അന്തവുമില്ലാത്തവനാണ്. ആദിനാഥൻ, ഏറ്റവും ആദിയായിട്ട്, അതിനൊക്കെ നാഥനായിട്ടിരിക്കുന്ന, ഏറ്റവും ആദിയായിരിക്കുന്ന ആളാണ് ആദിനാഥൻ. ഗുരു കാരുണ്യമൂർത്തി, ഗുരുവാണ്, ജഗത്തിന്റെ ഗുരുവാണ്, കാരുണ്യമൂർത്തിയാണ്. ഗുരു എന്നുള്ളതിന് ഏറ്റവും കനമുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്, ഇരുട്ടിനെ നീക്കുന്നത് എന്നർത്ഥമുണ്ട്. കാരുണ്യമൂർത്തി, കരുണയുടെ സ്വരൂപമായിട്ടുള്ളവൻ. പരമൻ ഏറ്റവും പരമായ, ഏറ്റവും കേമനായിരിക്കും, എല്ലാറ്റിലും കേമനായിരിക്കുന്ന പരബ്രഹ്മം. പരമമായ ബ്രഹ്മം. ജഗതുത്ഭവസ്ഥിതികള പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ഈ ജഗത്ത് എന്നാണ് ലോകം, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ് ജഗത്ത്. ജായതേ ഗച്ഛതി തിഷ്ഠതി ഇത് ജഗത്ത്, അതായത് ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതെയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഈ ജഗത്തിന്റെ ഉത്ഭവസ്ഥിതി, ഉത്ഭവം ഉണ്ടാവല്, സ്ഥിതി നിലനിൽക്കല്, പ്രളയം ഇല്ലാതെ കണ്ട ഉത്ഭവസ്ഥിതി, ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ, അതിനൊക്കെ ചെയ്യുന്നതായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ജഗത്തിന്റെ ഉത്ഭവം ബ്രഹ്മാവിൽ നിന്ന്, വിരിഞ്ചനിൽ നിന്ന്. സ്ഥിതി നാരായണൻ വിഷ്ണു. പ്രളയം ശിവഭഗവാൻ അല്ലെങ്കിൽ രുദ്രൻ. ഈ 3 പേരുടെയും സ്വരൂപത്തെ വിരിഞ്ച നാരായണ ശിവാത്മകൻ, സ്വരൂപത്തോടു കൂടിയവനാണ്. അദ്വയൻ, ആദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. അദ്വയൻ, ആദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. ഇതിലെ വാക്കുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അദ്വയൻ, ആദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. അദ്വയൻ രണ്ടല്ലാത്തവൻ, ഒന്ന് എന്നർത്ഥം. ആദ്യൻ ഏറ്റവും ആദ്യമുള്ളവൻ. അജൻ ജന്മമില്ലാത്തവൻ. അവ്യയൻ ഏറ്റക്കുറച്ചിലില്ലാത്തവൻ, നാശമില്ലാത്തവൻ. ആത്മാരാമൻ തന്നിൽ തന്നെ ആനന്ദിക്കുന്നവൻ. ആത്മാരാമൻ. ആനന്ദം എവിടെയാണുള്ളത്? തന്നിലാണ്. തന്നിൽ തന്നെ രമിക്കുന്നതാണ് ആത്മാരാമൻ. തന്നിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നതാണ് ആത്മാരാമൻ. ആത്മാ, തത്വത്തിന്റെ സ്വരൂപമായിട്ടുള്ള തത്വാത്മാ, തത്വസ്വരൂപനായവൻ. സച്ചിന്മയൻ, സത്ത് ചിത്ത്, മയട്ട് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കാൻ. സത്തും ചിത്തുമായി നിറഞ്ഞു നിൽക്കുന്നവൻ. സത്ത് എന്ന് പറഞ്ഞാൽ
ത്രികാല അബാധിത വസ്തു കാലത്രയേപി തിഷ്ഠതി ഇത് സത്ത്. 3 കാലത്തും മാറ്റമില്ലാതിരിക്കുന്നത് എന്തോ സത്ത്. അല്ലെങ്കിൽ 3 കാലങ്ങളും ബാധിക്കാതെ അല്ലെങ്കിൽ 3 കാലങ്ങളും നിലനിൽക്കുന്നത് എന്തോ അത് സത്ത്. സത്ത് ചിത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം, ചേതന, അല്ലെങ്കിൽ ബോധം, ജ്ഞാനം എന്നൊക്കെ അർത്ഥം. സത്തും ചിത്തും സച്ചിത്ത്. അതിൻ്റെ കൂടെ മയട്ട് എന്നുള്ള പ്രത്യയം വരുമ്പോൾ സച്ചിന്മയം എന്ന് വരും. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് ഈ വാക്കുന്ന ഉണ്ടാവുന്നത്. സത്ത് ചിത്താണ്. സത്തും ചിത്തും എന്നുമുള്ളവൻ. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ, ചിത്ത് ജ്ഞാനം അല്ലെങ്കിൽ ബോധം. ഭഗവാൻ ആരാണ്? സത്തും ചിത്തുമായി നിറഞ്ഞു നിൽക്കുന്നവനാണ്. സകളാത്മകൻ, കലകളോടുകൂടിയവനാണ്. ഭഗവാന്റെ അവതാരങ്ങളെയാണ് കലകൾ എന്ന് പറയാം. സകളാത്മകൻ ഈശൻ. ഈശൻ ഈശ്വരൻ, എല്ലാം ചെയ്യാനായിട്ട് കഴിയുന്ന ആള്. അങ്ങനെയുള്ള ഭഗവാനെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഈ ഭഗവാനെ മനുഷ്യനാണെന്ന് വിചാരിക്കുക. ആരാ വിചാരിക്കുന്നത്? അജ്ഞാനികൾ, അറിവില്ലാത്ത ആളുകൾ. എന്താ കാരണം? മാനസം മായാതമസ്സംവൃതമാകമൂലം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് മായാതമസ്, മായയാൽ ഇരുട്ട് നിറഞ്ഞ് സംവൃതം മൂടുക. ആകമൂലം, അങ്ങനെ മനസ്സിൽ ഇരുട്ട് അറിവില്ലായ്മ കൊണ്ട് അറിവില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെയുള്ള ഭഗവാനെ, ആ പരമാത്മാവായ ഭഗവാനെ മനുഷ്യനാണെന്ന് വിചാരിക്കുക. ഭഗവാനെ അങ്ങനെയല്ല അറിയേണ്ടത്. അറിയാൻ എന്താ വഴി? സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. അതിനൊരു വഴിയുണ്ട്. സീതയും ശ്രീരാമനും മരുസൂനു, മരുസൂനു എന്ന ഹനുമാൻ, രാഘവൻ ശ്രീരാമൻ, സീതയും ശ്രീരാമനും ഹനുമാനും തമ്മിലുണ്ടായ സംവാദം, അത് മോക്ഷസാധനമാണ്, മോക്ഷത്തെ നൽകുന്നതാണ്. അതിനെ ഞാൻ പറഞ്ഞു തരാം നാഥേ പാർവതി, കേട്ടാലും തെളിഞ്ഞു നീ.